Hi all, good afternoon. So yeah, again I am back with another live. So today we'll be discussing academic writing task 1. Okay, so I think I might be familiar to you by now, alle? So നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. So how are you എന്ന് ഞാൻ ചോദിക്കുന്നില്ല because it's raining, അപ്പം ഭയങ്കര dull day ആയിരിക്കും. I don't know about other places, but it's heavily raining in Cochin. So I think എന്താ പറയാ, I hope എല്ലാരും safe ആയിട്ടും happy ആയിട്ടിരിക്കുന്നു എന്നുള്ളത്, right? Yeah. Okay. So yeah, it's kind of raining. The weather is like raining. So weather is down actually, le. അപ്പോ അങ്ങനെ ഇരിക്കുന്നു. And so this is a good time for you. ഈ ഒരു വെതറിൽ മഴയൊക്കെ, പുറത്ത് മഴയാണ്, സോ യു വിൽ നോട്ട് ബി ഗോയിങ് ഔട്ട്സൈഡ് അല്ലെ. സോ ഒരു കപ്പ് ഓഫ് ടീ ഒക്കെ കൊണ്ട് യു ക്യാൻ വാച്ച് ദി ലൈവ് സിറ്റിംഗ് റിലാക്സിങ്. ഓക്കെ, യാ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ് ടു ജോയിൻ. വിൽ വെയിറ്റ് ഒരു 5 minutes അല്ലെ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഡെയിലി ജോയിൻ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വിൽ സ്റ്റാർട്ട് ആ ലൈവ്, റൈറ്റ്? വിൽ സ്റ്റാർട്ട് talking about IELTS academic writing. Okay. So writing task 1. Okay, yeah, hi. Hi. Okay, so we'll start. Hi all. So നമുക്ക് just start ചെയ്യാം അല്ലേ. So just ഒരു introduction പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ IELTS academic writing task 1. അപ്പൊ റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 എന്നൊക്കെ അല്ലെ. സോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ്, നമുക്ക് 2 ടൈപ്പ് ഓഫ് ടാസ്ക് ഉണ്ട്, ജനറൽ ഉണ്ട്, അക്കാഡമിക് ഉണ്ട് എന്നുള്ളത് അല്ലെ. സോ അതിനു മുമ്പ് നമ്മൾ പറയുകയാണെങ്കിൽ റൈറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത് തന്നെ 2 ഡിഫറെന്റ് ടൈപ്സ് ആണ്, ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 അല്ലെ. അതിൽ തന്നെ അക്കാഡമിക് ഇസ് ഡിഫറെന്റ് ആൻഡ് ജനറൽ ഇസ് ഡിഫറെന്റ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക് ആണ്. അക്കാഡമിക്കിന്റെ റൈറ്റിംഗിന്റെ ടാസ്ക് 1 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1? അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതിലേക്ക് നമ്മൾ കിടക്കും. ഓക്കെ, fine. So yeah, hi. Okay, yes. So അതിനു മുമ്പ് നമ്മുടെ ചെറിയൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, we'll move to the next slide now. Okay, so I hope you can see the next slide. So ആ സ്ലൈഡ് കാണുമ്പോൾ you all will be thinking അല്ലെ, നമ്മുടെ അടുത്ത സ്ലൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പോ everyone will be thinking ഇതെന്താണ് ഇങ്ങനെ ഒരു ചോദ്യം, കാരണം നമ്മളിപ്പം നഴ്സറിയിൽ അല്ലെങ്കിൽ അത്രയും ചെറിയ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഹൗ മെനി ആൽഫബറ്റ്സ് ആർ ദേർ ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. ഓക്കെ, ഹൗ മെനി ആൽഫബറ്റ്സ് ആർ ദേർ ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് നമ്മളെ നെക്സ്റ്റ് സ്ലൈഡിലെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. സോ യു മൈറ്റ് ബി തിങ്കിങ്, ഓക്കെ എനിക്കിത് അറിയാലോ. ഇഫ് യു തോട്ട്, ഐ തിങ്ക് ഇതിപ്പം എല്ലാവർക്കും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആണ് എന്നുള്ളത് അല്ലെ. സോ ബട്ട് if you thought like 26, I will say that's wrong. Yes, അത് തെറ്റാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് there are 26 alphabets in English എന്നുള്ളതല്ലേ. ആക്ച്വലി അത് തെറ്റാണ്. Why? Because alphabet എന്നുള്ളത് ആ സെറ്റ് ഓഫ് 26 ലെറ്റേഴ്സിന്റെ പേരാണ്, അത് നെയിം. സെറ്റ് ഓഫ് ആ ഒരു 26 ലെറ്റേഴ്സിന്റെ ആ ഗ്രൂപ്പിനെ നമ്മൾ ആൽഫബറ്റ്സ് എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പം ആൽഫബറ്റ്സിന് എവിടുന്നാണ് ആ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീക്ക് ആൽഫബറ്റിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് ആൽഫ ബീറ്റ. അവിടുന്നാണ് ആൽഫബറ്റ്സ് എന്നുള്ളൊരു നെയിം നമുക്ക് വന്നിട്ടുള്ളത്. സോ എന്താണ്, നമുക്ക് 26 ആൽഫബറ്റ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, 26 ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഒരു വാം അപ്പ് സെഷൻ പോലെ. യാ, ഓക്കെ. യാ, ഹായ് അശ്വതി, ഹായ് സാൻജസ്. ഓക്കെ, ഫൈൻ. നൗ we are coming to IELTS. Okay, ആ ഒരു വാം അപ്പ് സെഷൻ കഴിഞ്ഞു. Now you know like എന്താണ് ആൽഫബറ്റ്സ് എന്നുള്ളത്. So now coming to
writing task. Right. So yeah, എന്താണ് IELTS writing task? We are moving to the next slide. അടുത്ത സ്ലൈഡ് നമ്മുടെ ടെസ്റ്റ് ഓവർവ്യൂ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദി സ്ലൈഡ്. നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട് നമുക്ക് എന്താണ് IELTS റൈറ്റിംഗ് ടാസ്ക് 1 എന്നുള്ളത്. ഓക്കെ, സോ IELTS റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറയുമ്പം ആദ്യം എന്താണ് IELTS റൈറ്റിംഗ് ടാസ്ക് 1? റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ഓക്കെ, IELTS റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക് എന്താണ്? റിപ്പോർട്ടാണ്. സോ ജനറൽ എന്താണ് എന്നുള്ളത് ഇറ്റ് വിൽ ബി കമ്മിങ്. എന്താണ് ജനറൽ റൈറ്റിംഗ് ടാസ്ക് 1 എന്നുള്ളത് വരും. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 ആണ്. സോ ഇറ്റ് ഇസ് റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. റിപ്പോർട്ട് റൈറ്റിംഗിൽ നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? എന്ത് റിപ്പോർട്ടാണ് നമ്മൾ എഴുതേണ്ടത്? ആക്ച്വലി അത് ഗ്രാഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, ഗ്രാഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു കുറച്ച് ടൈപ്സ് ഓഫ് ഗ്രാഫ് നമുക്ക് തരും. അത് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് എഴുതണം എന്നുള്ളതാണ്. എത്ര നമ്മൾ എഴുതണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 150 to 200 words. ടൈം എത്രയാണ്? ടാസ്ക് 1നും ടാസ്ക് 2നും കൂടെ കമ്പയർ ചെയ്തിട്ട് 1 hour ആണുള്ളത്. അതിൽ 20 minutes മാത്രമാണ് നമുക്ക് എന്തിനുള്ളത്? ടാസ്ക് 1ൽ എന്നുള്ളത്. പക്ഷെ നമുക്ക് കൂടുതൽ ടൈം എടുക്കാമോ എന്ന് ചോദിച്ചാൽ വി സജസ്റ്റ് യു ടു ടേക്ക് ഓൺലി 20 minutes. ഓക്കെ, അങ്ങനെയാണ്. ഇനി നമ്മൾ എന്ത് എബിലിറ്റി ആണ് ഇവിടെ എന്താ പറയാ അസസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹായ് കവിത, യെസ്. So really happy to see like people responding. കാരണം ലൈക്ക് ഇത് കാണുന്നവരാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ലൈവിന് വേണ്ടി കാത്തിരുന്നത് കാണുന്നുണ്ടെന്ന് അറിയുന്നത് റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, സോ ടാസ്ക് 1ൽ എന്താണ് നമ്മൾ അസസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ കമ്പയർ ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും എന്നിട്ട് അത് പ്രസന്റ് ചെയ്യാനുമുള്ളൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഉള്ളൊരു എബിലിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് in the task 1, academic task 1ലൂടെ അസസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സാധനം കൂടെ ഒരു കാര്യം കൂടെ അസസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? സ്റ്റേജസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓബ്ജക്ട്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈവന്റ്സും അതിന്റെ പ്രോസസ്സും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടെ അസസ് ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത്. ടാസ്ക് 1 അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1ന്റെ ഒരു ഓവർവ്യൂ കിട്ടി എന്നുള്ളത് വിശ്വസിക്കുന്നു. ഓക്കെ, and yeah, hi Ashif, hi Thomas. Thomas is telling like sound break ഉണ്ട് എന്നുള്ളത്. And I hope all of you can hear അല്ലേ? കേൾക്കുന്നില്ലേ? പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ടാസ്ക് ഓവർവ്യൂ പറഞ്ഞു. ടാസ്ക് ഓവർവ്യൂവിൽ നമ്മൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്, അതുപോലെ ഗ്രാഫ് ഇന്റർപ്രിറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. നൗ വിൽ സീ ലൈക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം വാട്ട് ഷുഡ് വി എക്സ്പെക്ട്. എന്താണ് നമ്മൾ ടാസ്ക് 1ൽ റൈറ്റിംഗ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1ൽ വാട്ട് ഷുഡ് വി എക്സ്പെക്ട് എന്നുള്ളത് നോക്കാം. വിൽ മൂവ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. സോ ഫസ്റ്റ് വൺ ഇസ് ഡിസ്ക്രൈബിംഗ് ട്രെൻഡ്സ്. നമ്മൾ ഒരു ട്രെൻഡ് ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ ഡിസ്ക്രൈബിംഗ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കന്റ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിക്രീസ് ഉണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രൈബിംഗ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഇസ് കമ്പയറിംഗ് ഡാറ്റ. സോ എന്താണ് കമ്പയറിംഗ് ഡാറ്റ? കമ്പയറിംഗ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഒരു സിമിലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ there's a difference. Okay, so we should compare these things like highlight the similarities or highlight the difference between the data. Okay, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് while comparing the data. Yeah, hi Ashish. And making predictions. Okay, making predictions. എന്താണ് predict ചെയ്യേണ്ടത്? ഇവിടെ മേക്കിംഗ് പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ എന്താ പറയാ ഇതിപ്പോ നെക്സ്റ്റ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ദിസ് ഇസ് ബിക്കോസ് ദിസ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ല ഇവിടെ പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്? ഫ്യൂച്ചർ ട്രെൻഡ്സ്. അതായത് ഇഫ് സംതിങ് ഇസ് ഡിക്രീസിങ്, ഒരു കാര്യം ഡിക്രീസ് ആണ് ചെയ്യുന്നത് എങ്കിൽ ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ഗ്രാഫ് കാണുന്ന സമയത്ത് ഓക്കെ ദിസ് മൈറ്റ് നൗ ഗോ അപ്പ് എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇനി ഫോർത്ത് വൺ ഇസ് സമ്മറൈസിങ് ഡേറ്റ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സമ്മറൈസിങ് ഡേറ്റ. അപ്പൊ
focus on significant points. അതായത് നമ്മൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞു നമ്മൾ ഇമ്പോർട്ടന്റ് ഡേറ്റ ആണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഇമ്പോർട്ടന്റ് ഡേറ്റ നമ്മൾ ഏത് ഡേറ്റ ആണോ, ലൈക്ക് മേ ബി ഭയങ്കര വലിയൊരു ഇൻക്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ഡിക്രീസ് ആയിരിക്കും, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, അങ്ങനത്തെ പോയിന്റ്സ്, സിഗ്നിഫിക്കന്റ് പോയിന്റ്സ് എന്ത് ചെയ്യാം, പോയിന്റ് ഔട്ട് ചെയ്യാം. സോ അതാണ് സമ്മറൈസിങ് ഡേറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് കാറ്റഗറീസ്. എന്താണ് കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ again the same thing തന്നെയാണ്. എന്താണ്? ഹൈലൈറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദി കാറ്റഗറീസ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ത്രീ കാറ്റഗറീസ് ഓഫ് തിങ്സ് ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എനർജി സോഴ്സ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. വിൻഡ് എനർജി, ടൈഡൽ എനർജി, അങ്ങനെ നമുക്ക് എന്താ പറയാ എനർജിയുടെ കാറ്റഗറീസ് തന്നിട്ടുണ്ട്. സോ വിൻഡ് എനർജി ഇത്രയാണ്, അല്ലെങ്കിൽ ടൈഡൽ എനർജി ഇത്രയാണ്. അതൊരു കാറ്റഗറിയാണ്. ആ കാറ്റഗറി, അപ്പം ഒരു കാറ്റഗറിയിൽ ഏതാണ് ഹയസ്റ്റ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഏതാണ് ലോവസ്റ്റ് എന്നുള്ളത് പറയുക എന്നുള്ളതാണ്. അതാണ് കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ വിൻഡ് എനർജി, ഇപ്പം ഒരു 70% ആണ് വിൻഡ് എനർജി. വിൻഡ് എനർജി 70%, വേറെ ടൈഡൽ എനർജി ജസ്റ്റ് 20%. അങ്ങനെ അതാണ് കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രൈബിംഗ് പ്രോസസ്സസ് ഓർ ഡയഗ്രാം. ഡിസ്ക്രൈബിംഗ് പ്രോസസ്സസ് ഓർ ഡയഗ്രാം എന്ന് പറയുന്നത് പ്രോസസ്സ് തന്നിട്ടുണ്ട്, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിൽ പ്രോസസ് ആണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇവാപറേഷന്റെ പ്രോസസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഉണ്ടാവും ഇത് എന്ന് പറഞ്ഞിട്ട് അല്ലെ. സോ അതുപോലെ എന്താണ് അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, ഒരു പ്രോസസ്സ് തന്നിട്ടുണ്ട്, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെന്റ് സ്റ്റേജസ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രൈബിംഗ് ഡയഗ്രാംസ് അല്ലെങ്കിൽ പ്രോസസ്സസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് അനലൈസിംഗ് റിലേഷൻഷിപ്സ്. സോ വാട്ട് ഈസ് ദിസ് അനലൈസിംഗ് റിലേഷൻഷിപ്പ്? ഹൗ ഡു വി അനലൈസ് ദി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ തിങ്സ്? നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ചാർട്ടുകളാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ചാർട്ടിലൊക്കെ വേരിയബിൾസ് ഉണ്ടായിരിക്കും, ഒരു നമ്പർ ഉണ്ടായിരിക്കും, അപ്പൊ വേരിയബിൾസ് ഉണ്ടായിരിക്കും അല്ലെ. സോ ഡിറ്റർമൈൻ ഹൗ ദീസ് വേരിയബിൾ എഫക്ട്സ് അനദർ വൺ. അതായത് ഇപ്പൊ ഒരു ഡിക്രീസ് അടുത്ത ഇൻക്രീസ് അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് പറയാം. അതാണ് അനലൈസിംഗ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സമ്മറൈസിംഗ് കീ ഫീച്ചേഴ്സ്. സമ്മറൈസിംഗ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെയിം ആസ് സമ്മറൈസിംഗ് ഡേറ്റ അല്ലെ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മോസ്റ്റ് നോട്ടബിൾ ഫീച്ചേഴ്സിനെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഡാറ്റ ആണല്ലോ, അതുകൊണ്ട് തന്നെ ബേർഡ്സ് ഐ വ്യൂ ഉള്ളപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും. അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല വലിയൊരു ഡ്രാസ്റ്റിക് ഇൻക്രീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കര വലിയൊരു ഡിക്രീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഹൈലൈറ്റ് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യാം. ഇനി ഡിസ്ക്രൈബ് ആൻഡ് ഇന്റർപ്രറ്റ് ദി ഇൻഫർമേഷൻ. ഓക്കെ, ഇപ്പൊ ഒരു മാപ്പ് നമ്മൾ എത്ര ടൈപ്പ് ഓഫ് ഗ്രാഫുകൾ ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ഗ്രാഫ് ഉണ്ട്. അപ്പൊ അതില് എന്താണ് തന്നിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, പാറ്റേൺസ്, ചേഞ്ചസ്, ഇതൊക്കെ എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ, ഡിസ്കസ് എനി കോറിലേഷൻസ്. അതെന്താണ്? വാട്ട് ഈസ് ഡിസ്കസിങ് കോറിലേഷൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ പോലെ ആ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ, കണ്ടുപിടിക്കാതെ ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ദ സെയിം തിങ് ഇവിടെയും റിലേഷൻഷിപ്സ് അനലൈസ് ചെയ്തിട്ട് എന്താണ് ലൈക്ക് ആ ഡേറ്റയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു വാല്യൂ കാരണം മറ്റു വേരിയബിളിൽ വരുന്ന ചേഞ്ച് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. സോ എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ വാട്ട് ഷുഡ് ബി എക്സ്പെക്ട് നമ്മൾ നോക്കിയപ്പോൾ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് തോന്നിയിട്ടുണ്ടാവും. നോ, ഇറ്റ്സ് നോട്ട് കോംപ്ലിക്കേറ്റഡ്, ആക്ച്വലി ഭയങ്കര ഈസി ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് we are moving to the next slide. അപ്പം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്ത് how easy this is എന്നുള്ളത്. ഓക്കെ, യെസ്. So I hope we'll move to the next slide. What are the different types of questions we should expect? ഇതാണ് നമ്മൾ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് എന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ
നോക്കിയത് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അല്ലെ, വാട്ട് ഷുഡ് ബി എക്സ്പെക്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. വാട്ട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി എക്സ്പെക്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ദിസ് സ്ലൈഡ് കൺസിസ്റ്റ്, അപ്പൊ നമ്മളിപ്പോ കാണുന്ന സ്ലൈഡിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് സ്ലൈഡ് വി ആർ മൂവിംഗ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു 6 നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ, 6 ചാർട്ട്സ് അല്ലെങ്കിൽ 6 ഗ്രാഫ്സ് കാണാൻ പറ്റും. എന്താണ് ആ 6 ഗ്രാഫ്? സോ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ലൈൻ ഗ്രാഫ്. എന്താണ് ഒരു ലൈൻ ഗ്രാഫ്? നമ്മൾ സ്കൂളിലെ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ലൈൻ ഗ്രാഫ് എന്താണ്? നമ്മളിങ്ങനെ ലൈൻസ് ഒക്കെ വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ബട്ട് line graph is a type of chart that shows like how something changes over time. ഒരു ചേഞ്ച്, ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിച്ചതെന്ന് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വേ ആണ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്, ഇറ്റ് യൂഷ്വലി ഹാസ് എ ഹൊറിസോണ്ടൽ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ വെർട്ടിക്കൽ ലൈൻ. അപ്പൊ എന്താണ്, ദിസ് ഹൊറിസോണ്ടൽ ലൈൻ ഇസ് ദി എക്സ് ആക്സിസ് ആൻഡ് ദി വെർട്ടിക്കൽ ലൈൻ ഇസ് ദി വൈ ആക്സിസ്. അപ്പം ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ, ഈ വൈ ആക്സിസ് എന്താണ്, എക്സ് ആക്സിസ് എന്താണ്, ഇതിൽ ഏതൊക്കെ വാല്യൂസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരുന്ന ലൈവുകളിൽ നമ്മൾ ഒബ്വിയസ്ലി പറയുന്നുണ്ട്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗ്രാഫും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് എക്സ് ആക്സിസിൽ എന്താണ് നമ്മൾ ഏത് വാല്യൂസ് ആണ് കൊടുക്കുന്നത്, വൈ ആക്സിസിൽ ഏത് വാല്യൂസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പം നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ഒരു ചേഞ്ച്, ഒരു പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന ചേഞ്ച് ഏറ്റവും ഈസി ആയിട്ട് കാണിക്കാൻ പറ്റുന്ന വേ ആണ് എന്ത്, ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ബാർ ഗ്രാഫ്. നമ്മുടെ നെക്സ്റ്റ് വൺ ആണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ്, ഗ്രാഫും ലൈൻ ഗ്രാഫും സെയിം ആണ് ഡൗട്ട് ഒക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. യെസ്, ഹായ് ബിൻസി. സോ യാ, ഓക്കെ, സോ ലൈൻ ഗ്രാഫ്. ലൈൻ ഗ്രാഫ് എന്താ നമ്മൾ നോക്കി. വാട്ട് ഈസ് എ ബാർ ഗ്രാഫ്? എന്താണ് ബാർ ഗ്രാഫ്? ബാർ ഗ്രാഫ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഈ ബിൽഡിങ്സ് പോലെ ഇങ്ങനെ ബാർ കൊണ്ട്, മീൻസ് ബിൽഡിങ്സിന്റെ ടൈപ്പ് ഓഫ് ബാർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിക്ചർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അതും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ബാർ ഗ്രാഫ്, എന്താണ് ബാർ ഗ്രാഫിൽ യൂസ് ചെയ്യേണ്ട വൊക്കാബുലറി, എങ്ങനെയാണ് ബാർ ഗ്രാഫ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും വരുന്ന ലൈവുകളിൽ പഠിക്കും. ആൻഡ് I'll be giving classes for that. And hi Vaiga. Hi. Okay. So, ഇനി pie chart. എന്താണ് പൈ ചാർട്ട്? പൈ ചാർട്ട് എന്നൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ നമുക്ക് ഒരു പൈ, ആപ്പിൾ പൈ, ഒരു ഡിസേർട്ട് ഒക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലെ, ആപ്പിൾ പൈ. ഓക്കെ, സോ വാട്ട് ഇസ് എ പൈ ചാർട്ട്? സോ പൈ ചാർട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ പൈ, അതുകൊണ്ടാണ് അതിനെ പൈ ചാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഇൻ സർക്കിൾ ആണ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ പൈ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു സ്ലൈസസ് ലൈക്ക് പിസ്സ. റൈറ്റ്, പിസ്സ പോലെ സ്ലൈസസിൽ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈച്ച് സ്ലൈസ് represents a category or we can say part of a whole. എന്താണ് പാർട്ട് ഓഫ് എ ഹോൾ, എന്താണ് ഈ പൈ ചാർട്ട് എന്നുള്ളതൊക്കെ again and again I will be coming every Saturday with the same things. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പം ജസ്റ്റ് നോക്കുന്നല്ലേ ഉള്ളൂ, എന്താണ് ലൈൻ ഗ്രാഫ്, എന്താണ് ബാർ ഗ്രാഫ്, എന്താണ് പൈ ചാർട്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കുന്നല്ലേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് I'll be coming on like every Saturday. ഓക്കെ, സോ പൈ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഷേപ്പ് എന്താണ്, സർക്കിൾ ആണ്. ഈച്ച് സ്ലൈസ് അത് സ്ലൈസ്ഡ് ആയിരിക്കും, ഈച്ച് സ്ലൈസ് റെപ്രസെന്റ്സ് എ കാറ്റഗറി. ഇനി നെക്സ്റ്റ് വൺ ഇസ് ടേബിൾ ഗ്രാഫ്. സോ എന്താണ് ടേബിൾ ഗ്രാഫ്? വാട്ട് ഇസ് ടേബിൾ ഗ്രാഫ്? ടേബിൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ടേബിൾ വന്നിട്ട് അതിൽ ഒരു ഡേറ്റ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
visual representation of data presented in a tabular form. Okay. അതാണ് ടേബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാപ്സ്. നമ്മൾ നേരത്തെ സ്ലൈഡ് നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു മാപ്സിൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതുപോലത്തെ പ്ലാൻസ് ഡെവലപ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. സോ മാപ്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാലോ ഇന്ത്യയുടെ മാപ്പ്, വേൾഡിന്റെ മാപ്പ്, ഏതെങ്കിലും പെർട്ടിക്കുലർ പ്ലേസിന്റെ ഒരു മാപ്പ് തരും നമുക്ക്. നമ്മൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, രണ്ട് മാപ്പ് തരും, കമ്പാരിസൺ ആയിരിക്കും. അപ്പം അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്ത് രണ്ടോ ഒന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും മാപ്പ് തരുന്നത്. സോ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എവിടെയൊക്കെ എന്തൊക്കെ ചേഞ്ച് വന്നു, എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, എന്തൊക്കെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ മാപ്പിൽ that is what we have to do. Like എന്താണ്, we have to tell what it states. Like it generally shows like geographical locations, cities, buildings, towns, അങ്ങനത്തെ. Okay, so we have to explain that in maps. And final one is multiple charts. Multiple charts. അപ്പൊ എന്താണ്, കുറെ ചാർട്ട്സ് വന്നിട്ട് ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്തോ എന്നുള്ള ഒരു ഡൗട്ട് വരാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് മേ ബി ഒരു പൈ ചാർട്ട് തരും അല്ലെങ്കിൽ ഒരു ലൈൻ ഗ്രാഫ് തരും, ഇത് രണ്ടിന്റെയും കമ്പാരിസൺ ആയിരിക്കും. സോ multiple charts can include various types of visual data such as ഇതിൽ ഏതാണെങ്കിലും ലൈക്ക് ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്സ്, പൈ ചാർട്ട്സ് ആൻഡ് ദി കോമ്പിനേഷൻസ്. ഇതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ്, ഈ 6 types of graphs ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫോർ അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1. ഓക്കെ, ഇനി okay, so I hope there was some issue with my voice. So yeah, now we are moving to the next slide. Now the next slide ആണ് understanding the question. So നമ്മൾ എത്ര types of graph ഉണ്ടെന്ന് നോക്കി. We have 6 types of graph. Okay, 6 types of graph ഉണ്ട്, അത് നോക്കി. And also നമ്മൾ എന്താണ് ഇനി എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കി അല്ലെ. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് അടുത്ത സ്ലൈഡിലേക്കാണ്. ഓക്കെ, അടുത്ത സ്ലൈഡ് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ദി ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ദി ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. ഒബ്വിയസ്ലി ആ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 പാർട്സ് ആണുള്ളത്. എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യന്റെ 3 പാർട്സ് എന്ന് പറയുന്നത്, ടാസ്ക് ബാക്ക്ഗ്രൗണ്ട്, ടാസ്ക് ഇന്റർപ്രിട്ടേഷൻ, graphical or diagrammatic representation. So അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ 3 parts എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ടാസ്ക് ബാക്ക്ഗ്രൗണ്ട്, വാട്ട് ഈസ് ടാസ്ക് ഇന്റർപ്രിട്ടേഷൻ, വാട്ട് ഈസ് ഗ്രാഫിക്കൽ ഓർ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. I hope you can see the next slide. അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ സോറി, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, graph shows the proportion of 4 different materials that were recycled from 1982 to 2010 in a particular country. Summarize the information by selecting and reporting the main features, making comparisons where relevant. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട്, ഇപ്പൊ ഞാനൊരു ഫുൾ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, അതിന്റെ ആദ്യത്തെ ഭാഗം, ദി ഫസ്റ്റ് പാർട്ട്, ദിസ് ഗ്രാഫ് ഷോസ് the proportion of 4 different materials that were recycled from 1982 to 2010 in a particular country എന്ന് പറയുന്നത് ടാസ്ക് ബാക്ക്ഗ്രൗണ്ട്. ടാസ്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ടാസ്ക് ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടാസ്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം പാർട്സ് ഓഫ് ദി ക്വസ്റ്റ്യൻ ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടാസ്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്തിനെ സഹായിക്കുന്നു, ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് ടാസ്ക് ഇൻസ്ട്രക്ഷൻ. വാട്ട് ഈസ് ടാസ്ക് ഇൻസ്ട്രക്ഷൻ?
ടാസ്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ അല്ലെ, ഇൻസ്ട്രക്ഷൻ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ടാസ്ക് ഇൻസ്ട്രക്ഷൻ. നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാണ്, ആ ടാസ്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഹിയർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സമ്മറൈസ് ദി ഇൻഫർമേഷൻ ബൈ സിലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദി മെയിൻ ഫീച്ചേഴ്സ്, മേക്കിംഗ് കമ്പാരിസൺസ് വേർ റെലവെന്റ്. സോ ഇവിടെ നമ്മൾ സമ്മറൈസ് ചെയ്യണം, അത് ലൈക്ക് എന്താ പറയാ, ഇൻഫർമേഷൻ സെലക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം, മെയിൻ ഫീച്ചേഴ്സ് എഴുതണം, കമ്പയർ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അതാണ് in the second part of the question, task instruction, that is what we have instructed to do എന്നുള്ളത്, or what we have to do എന്നുള്ളത്. And the third part എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണ്, ബാർ ഗ്രാഫ് ആണോ ലൈൻ ഗ്രാഫ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണ് ആ തന്നിട്ടുള്ളത്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ആ പിക്ചർ, അതാണ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, so these are the parts of നമ്മുടെ question. These are the parts of question, and now we are moving to the next slide, that is understanding the report framework. Understanding report framework. എന്താണ് report framework? Report framework എന്ന് പറയുമ്പോൾ obviously ആൻസർ ആണ്. ആൻസർ നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും എഴുതാനില്ല അല്ലെ, നമുക്ക് ആൻസറിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എസ് എഴുതുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്താണ് എഴുതേണ്ടത്? നമ്മൾ എഴുതേണ്ടത് ആ റിപ്പോർട്ട്, ആ എന്താണോ ആ ചാർട്ടിൽ തന്നിട്ടുള്ളത്, ജസ്റ്റ് റൈറ്റ് ദാറ്റ്. ജസ്റ്റ് ടേക്ക് ദി ഡേറ്റ ഫ്രം ദി ക്വസ്റ്റ്യൻ, ജസ്റ്റ് ടേക്ക് ദി ഡേറ്റ ഫ്രം ദി പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആൻഡ് പ്രസന്റ് ഇറ്റ് ടു യുവർ ആൻസർ ഷീറ്റ്. ദർ ഈസ് നത്തിങ് ടു ഗിവ് ഫ്രം ആ പാർട്ട്. അല്ലെ, നമ്മുടെ സൈഡിൽ നിന്ന് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. ഇനി അണ്ടർസ്റ്റാൻഡിങ് ദി റിപ്പോർട്ട് ഫ്രെയിംവർക്ക്. അണ്ടർസ്റ്റാൻഡിങ് ദി റിപ്പോർട്ട് ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഒബ്വിയസ്ലി ഞാൻ മുന്നത്തെ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ എന്ത് എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പറയുകയാണെങ്കിലും, ഒബ്വിയസ്ലി ഒരു സ്പീച്ച് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലെറ്റർ എഴുതുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എസ് എഴുതുകയാണ്, എന്ത് എഴുതുകയാണെങ്കിലും there should be an introduction വേണം. സോ ഫസ്റ്റ് ഇവിടെയും നമ്മൾ റിപ്പോർട്ടാണ് ചെയ്യണതെങ്കിൽ there should be an introduction. ഇനി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എന്താണ്? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് we have to write ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് we have to write an overview. അതിന്റെ ഒരു ഓവർവ്യൂ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്, what is happening എന്നുള്ള ഒരു ചെറിയ സമ്മറി പോലത്തെ ഒരു സാധനമാണ് ഈ ഓവർവ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ വേണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബോഡി പാരഗ്രാഫ് 1 ആൻഡ് ബോഡി പാരഗ്രാഫ് 2. ഇത്രയാണ് നിങ്ങളുടെ ആൻസറിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണം, ഒരു ഓവർവ്യൂ വേണം, ഒരു ബോഡി പാരഗ്രാഫ് 1 വേണം, ഒരു ബോഡി പാരഗ്രാഫ് 2 വേണം. ഇനി ഇതൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ടാസ്ക് 1 ക്ലാസ്സുകൾ വരുമ്പോൾ, ഇപ്പം ഒരു പൈ ചാർട്ടിന് എങ്ങനത്തെ റിപ്പോർട്ട് ഫ്രെയിം വർക്ക് എഴുതണം, അല്ലെങ്കിൽ ഒരു ആൻസർ എഴുതണം, ഒരു ലൈൻ ഗ്രാഫിന് എങ്ങനത്തെ ആൻസർ എഴുതണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിൽ ബി ടേക്കിംഗ് ക്ലാസ്സസ് ഓൺ ദാറ്റ്. ഇനി we are moving to the next slide. Next slide എന്താണ്? ഇവാലുവേഷൻ ക്രൈറ്റീരിയ. Again, ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് സ്പീക്കിംഗ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു സ്പീക്കിങ്ങിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ളത്. സോ അത് കാണാത്തവർ, സ്പീക്കിങ്ങിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്പീക്കിങ്ങിന്റെ ലൈവ് കാണാത്തവർ, യു ക്യാൻ ക്വിക്ലി ഗോ ടു ദി ലൈവ് സെഷൻസ് ഓഫ് IILTയുടെ പേജിൽ ആ ക്ലാസ്സസ് ഉണ്ട്. അതിൽ സ്പീക്കിങ്ങിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ കിടക്കുന്നുണ്ട്. സോ ആ ഒരു ഓവർവ്യൂ, സ്പീക്കിംഗ് ഓവർവ്യൂ കൊടുത്ത ക്ലാസ്സിൽ. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റൈറ്റിംഗില് ഇവാലുവേഷൻ ഉണ്ട്. എങ്ങനെയാണ്, എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 1 ആണ്, നെക്സ്റ്റ് സ്ലൈഡില് ഫസ്റ്റ് 1 ആണ് ടാസ്ക് റെസ്പോൺസ്. ടാസ്ക് റെസ്പോൺസ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ടാസ്ക് റെസ്പോൺസ് ഉണ്ട്. ടാസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ് ടാസ്ക് റെസ്പോൺസിൽ നമ്മൾ അസസ് ചെയ്യുന്നത്? It is like whether you have addressed all parts. നമ്മൾ എല്ലാ പാർട്സും, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ബാക്ക്ഗ്രൗണ്ട്, ടാസ്ക് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. സോ അതിൽ ടാസ്ക് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ടാസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. എല്ലാ ഡേറ്റയും നമ്മൾ അക്യുറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ടാസ്ക് റെസ്പോൺസിൽ നോക്കുന്നത്. പേരൻസ് ആൻഡ് കോഹഷൻ. ഓക്കെ, സോ അതെന്താണ്? This part, like what this evaluates how well you have organized the data. അവിടുന്ന് ഇവിടുന്നൊക്കെ ചുമ്മാ എടുത്ത് എഴുതിയൊക്കെയാണോ അതോ ഓർഗനൈസ് ആയിട്ട് നല്ല ഓർഗനൈസ് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണോ എന്നുള്ളതാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്.
ലോജിക്കലി കണക്റ്റഡ് ആണോ, നിങ്ങളുടെ ഡേറ്റ ലോജിക്കലി കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ റൈറ്റിങ്ങിന് ഒരു ഫ്ലോ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫൈൻ. ഓക്കെ, സോ യാ, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് കോഹറൻസ് ആൻഡ് കോഹഷൻ ആണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ലിങ്കിങ് വേർഡ്സ്, അപ്പൊ ഞാനിവിടെ പറഞ്ഞു അപ്രോപ്രിയേറ്റ് ലിങ്കിങ് വേർഡ് എന്നുള്ള. അപ്പൊ മെനി ഓഫ് യു വിൽ ബി തിങ്കിങ് ഓക്കെ എന്താണ് ഈ ലിങ്കിങ് വേർഡ്സ് എന്നുള്ളത് അല്ലെ. സോ ലിങ്കിങ് വേർഡ്സ് അതുപോലെ തന്നെ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ ലൈവിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ ക്ലാസ്സുകളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒബ്വിയസ്ലി IILTS കോൺടാക്ട് ചെയ്യാം. ഇതിനെ കുറിച്ചുള്ള ഈ റൈറ്റിംഗ് ടാസ്ക് 1 റൈറ്റിംഗ് ടാസ്ക് 2 എനിത്തിങ് ക്ലാസ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ IILTS ഇപ്പൊ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതിനകത്ത് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഈ ലൈവില് പറയുന്നതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് IILTS ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ലെക്സിക്കൽ റിസോഴ്സസ്. എന്താണ് ലെക്സിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്? ഇവിടെ ദിസ് അസസസ് ആർ വൊക്കാബുലറി. ഈ ഒരു ഏരിയ നമ്മുടെ വൊക്കാബുലറി ആണ് നോക്കുന്നത്. നമ്മൾ വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി യൂസ് ചെയ്തിട്ടുണ്ടോ, റിപ്പീറ്റേഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, ലെക്സിക്കൽ റിസോഴ്സസിൽ നോക്കുന്നത്. ഇനി ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി. സോ വാട്ട് ഇസ് ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി? ഒബ്വിയസ്ലി നമ്മൾ സ്പീക്കിംഗിൽ പറഞ്ഞ അതേ സാധനമാണ്. എന്താണ്? ഗ്രാമറേഴ്സ് നമ്മൾ കറക്റ്റ് ആണോ, സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആണോ, നമുക്ക് ലാംഗ്വേജിൽ നല്ലൊരു കമാൻഡ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ? ഫസ്റ്റ് വൺ ഇസ് ടാസ്ക് റെസ്പോൺസ്, കോഹറൻസ് ആൻഡ് കോഹഷൻ, ലെക്സിക്കൽ റിസോഴ്സസ്, ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ ഉള്ളത്. ഇനി കുറച്ച് റിമൈൻഡേഴ്സ് പറയാനുണ്ട്. എന്താണ്? നമ്മൾ എപ്പോഴും ടാസ്ക് 1 ചെയ്യുന്ന, വി ആർ മൂവിംഗ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. സോ ഐ ഹോപ്പ് യു ക്യാൻ സീ ദി സ്ലൈഡ്. കുറച്ച് ഈസി റിമൈൻഡേഴ്സ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക് ചെയ്യുന്ന സമയത്ത്. എന്താണ്? മെയിൻറ്റെയിൻ ഫോർമാലിറ്റി ആൻഡ് പൊളൈറ്റ്നെസ്. അല്ലെ? ഹൗ വിൽ യു മെയിൻറ്റെയിൻ ഫോർമാലിറ്റി ആൻഡ് പൊളൈറ്റ്നെസ്? നോ ഷോർട്ട് ഫോംസ്. നമ്മളിപ്പോ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അല്ലെ, നമ്മളിപ്പം ഒരുപാട് ഭയങ്കരമായിട്ട് മൊബൈലിൽ മെസ്സേജ് അയക്കുന്നവരായിരിക്കും, വാട്സാപ്പിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് അല്ലെ. ഈ ഗുഡ് നൈറ്റിന് GD, NYT അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലത്തെ ഷോർട്ട് ഫോംസ്, ഇതുപോലത്തെ ഷോർട്ട് ഫോംസ് മാത്രമല്ല, ഹാവന്റ്, ഇസന്റ്, ഹാസന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, കാണ്ട്, കനോട്ട് എന്ന് തന്നെ എഴുതണം. അതുപോലെ ഈസ് നോട്ട്, ഇസന്റ് എന്നൊന്നും എഴുതാൻ പാടില്ല, ഈസ് നോട്ട് എന്ന് തന്നെ എഴുതണം. There should not be any short forms. Okay, so it should be always formal. Second one should be clear and logical. അതായത് ലോജിക്കൽ ആയിട്ട് വേണം ഡാറ്റ നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ഓക്കെ ഇത് ഒരു എന്താ പറയാ ഒരു അബ്സ്ട്രാക്ട് ആയിട്ട് ഓക്കെ അപ്രോക്സിമേറ്റ്ലി ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെയല്ല. ഇറ്റ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ഡാറ്റ എപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഡേറ്റ എപ്പോഴും എന്തായിരിക്കണം? ക്ലിയർ ആൻഡ് ലോജിക്കൽ ആയിരിക്കണം. ഓക്കെ, ഇനി ഷുഡ് ബി ആക്കഡമിക്. ഷുഡ് ബി ആക്കഡമിക് എന്ന് പറയുമ്പോൾ എന്താണ്? There should not be any rhetorical questions. അതായത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊന്നും ഉണ്ടാകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഉണ്ടായിരിക്കരുത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പങ്ക്ച്വേഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്ക്ലമേഷൻസ് യൂസ് ചെയ്യരുത്. സോ വാട്ട് ഈസ് എക്സ്ക്ലമേഷൻ? ആ കുത്ത്, മറ്റേ ഒരു വരി ഒരു കുത്തും, അത് നമ്മൾ യൂസ് ചെയ്യരുത്. അതൊക്കെ നമ്മൾ ഗ്രാമർ സെഷൻ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ സർപ്രൈസ് ആവുമ്പോഴൊക്കെ മാർക്ക് ഇടുന്നുള്ളത്. അതാണ് ഇങ്ങനെ ഒരു ലൈനും ഒരു കുത്തും ഇടുന്നുള്ളത് പറഞ്ഞിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്ക്ലമേഷൻ മാർക്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. സോ പങ്ക്ച്വേഷൻ അറിയണമെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് നമ്മുടെ ഗ്രാമർ ലൈവിന്റെ എൻഡിൽ കിടക്കുന്നുണ്ട്. ഗ്രാമർ ലൈവ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, സോ എക്സ്ട്രീം ഒപ്പീനിയൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യരുത്? നമ്മുടെ എക്സ്ട്രീം ഒപ്പീനിയൻസ് കൊടുക്കരുത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അപ്പിയേഴ്സ് ടു ബി, ദിസ് ഇസ് പ്രോബബ്ലി ഡ്യൂ ടു, അല്ലാതെ
ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ്. അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ഒപ്പീനിയൻസ് കൊടുക്കാതിരിക്കുക. ഇനി ദി കോണ്ടന്റ് ഷുഡ് ബി റെലവെന്റ് ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ എന്താണോ തന്നിട്ടുള്ള പിക്ചർ അല്ലെങ്കിൽ എന്താണോ തന്നിട്ടുള്ള ഡയഗ്രാം അതിനോട് റെലവെന്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടുമുള്ള ആ പിക്ചറിനോട് റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക, കൊടുക്കുന്ന ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക്കിന്റെ IELTS അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 എഴുതുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി we are moving to the next slide. So ഇത്രയും കണ്ടപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയായിരിക്കും? ഞാൻ കുറച്ചെണ്ണം ഗസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഇത്രയും കണ്ടപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, അപ്പൊ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനൊരു ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ലോങ് ഷുഡ് ഐ സ്പെൻഡ് ഓൺ IELTS റൈറ്റിംഗ് ടാസ്ക് 1? സോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 1 മണിക്കൂറുണ്ട് ടാസ്ക് 1നും ടാസ്ക് 2നും കൂടെ വി ഹാവ് 1 hour. അപ്പോൾ നമുക്ക് ആരും നമ്മളോട് 20 minutes കഴിയുമ്പോൾ നിർത്താനൊന്നും പറയില്ല, പക്ഷെ വി സജസ്റ്റ് 20 minutes. Okay, and we have to save rest of our 40 minutes for task 2. Okay, so എത്ര words എഴുതണം? How many words for IELTS writing task 1? 150 to 180. Okay, so അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ 150 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 150 is the right length. പക്ഷെ കുറച്ച് എക്സീഡ് ചെയ്തതുകൊണ്ട്, അതായത് 180 ഒക്കെ ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നെഗറ്റീവ് മാർക്സ് ഒന്നും കിട്ടില്ല. സോ നമ്മളിപ്പോ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഷുഡ് ഐ ബി ഫോർമൽ കോൺവെർസേഷണൽ ഇൻ സ്റ്റൈൽ എന്നുള്ളത്. വി ഷുഡ് ബി ഓൾവേസ് ഫോർമൽ. ഒരു അക്കാഡമിക് സിറ്റുവേഷന് സ്യൂട്ട് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിൽ എഴുതരുത്. ഇനി വാട്ട് ആർ ദി ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ IELTS റൈറ്റിംഗ് ടാസ്ക് 1 എന്നുള്ളതാണ്. സോ എപ്പോഴും keep an eye on the time. Do pay attention to the time. Okay. കാരണം task 1 is worth 1/3 of the total marks. അതുകൊണ്ട് എന്താണ് keep attention, pay attention to the time. അതുകൊണ്ട് അതിപ്പോ നമ്മൾ 20 minutes നമുക്ക് ഉള്ളൂ എന്ന് ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ ആയിട്ട് എഴുതാതിരിക്കരുത്. ഒരു 10 minute ഒക്കെ എക്സ്ട്രാ, 5 minute ഒക്കെ എക്സ്ട്രാ പോയാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ അയ്യോ 20 minute ഉള്ളൂ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ചിലപ്പോൾ എഴുതാൻ പറ്റില്ല എന്നൊക്കെ വരും. അതുകൊണ്ട് ഡോണ്ട് ലെറ്റ് നെർവസ്നെസ് എവർ സ്റ്റോപ്പ് യു. ഓക്കെ, സോ ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാൻ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ്. ഇഫ് യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ് ഡു ലെറ്റ് മീ നോ ഇൻ ദി കോമന്റ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് വി ഡിസ്കസ്ഡ് എന്താണ് ടെസ്റ്റ് ഓവർവ്യൂ. ടെസ്റ്റ് ഓവർവ്യൂ എന്ന് പറയുന്ന സമയത്ത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഗ്രാഫ് ഇന്റർപ്രിട്ടേഷൻ ആണെന്ന് പറഞ്ഞു, 150 to 200 വേർഡ്സ് എന്നും പറഞ്ഞു, 20 minutes ആണ് എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഡിസ്ക്രൈബിംഗ് ട്രെൻഡ്സ്, കമ്പയറിംഗ് ഡാറ്റ, മേക്കിംഗ് പ്രഡിക്ഷൻസ്, അതുപോലെ സമ്മറൈസിംഗ് ഡേറ്റ, കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ഡേറ്റ, ഡിസ്ക്രൈബിംഗ് പ്രോസസ് ഓർ ഡയഗ്രംസ്, analyzing relationships, summarizing key features, describe and interpret the information, discuss any correlations. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൽ പറഞ്ഞു. വാട്ട് ഷുഡ് ബി എക്സ്പെക്ട് എന്നുള്ളതിൽ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, ടേബിൾ ഗ്രാഫ്, മാപ്സ് ആൻഡ് മൾട്ടിപ്പിൾ ചാർട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ എത്ര പാർട്സ് ഉണ്ട് എന്നുള്ളത് നോക്കി. ടാസ്ക് ബാക്ക്ഗ്രൗണ്ട്, ടാസ്ക് ഇൻസ്ട്രക്ഷൻ, ഗ്രാഫിക്കൽ ഓർ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ആൻസറിൽ എത്ര പാർട്സ് ഉണ്ട് എന്നുള്ളത് നോക്കി. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ഓവർവ്യൂ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2. നമ്മൾ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നോക്കി. ടാസ്ക് റെസ്പോൺസ്, കൊയറൻസ് ആൻഡ് കൊഹഷൻ, ലെക്സിക്കൽ റിസോഴ്സസ്, ഗ്രാമറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി നോക്കി. പിന്നെ കുറച്ച് ഈസി റിമൈൻഡേഴ്സ് പറഞ്ഞു എന്തൊക്കെയാണ് നമ്മൾ വെക്കേണ്ടത്. ആൻഡ് കുറച്ച് എന്താ നോക്കിയത്, എന്തൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ, കുറച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 4 questions നമ്മൾ നോക്കി. ഓക്കെ, സോ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവുകൾ ഓൺ റൈറ്റിംഗ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 നമ്മൾ ഇനിയും ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന് അനുസരിച്ചുള്ള വൊക്കാബുലറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് വി ക്യാൻ വൈൻഡ് അപ്പ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കോമന്റ്സ്. ഓക്കെ, ഓക്കെ, ബിഫോർ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവില് അഗൈൻ നമ്മളൊരു ടങ് ടെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ ദാറ്റ്. പക്ഷേ നമ്മുടെ
ടങ് ട്വിസ്റ്റേഴ്സ് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ആക്സെന്റ് നന്നായിരിക്കാനും നമ്മുടെ വൊക്കാബ്സിനൊക്കെ ടങ് ട്വിസ്റ്റേഴ്സ് ആക്ച്വലി നല്ലതാണ്, മെയിൻലി ഫോർ ആക്സെന്റ്. സോ ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. ട്രൈ ചെയ്യാറുണ്ടോ എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഒരു ടങ് ട്വിസ്റ്റർ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം പതുക്കെ പറയാം. എനിക്കിത് കുറച്ച് ടഫാണ് കേട്ടോ ആക്ച്വലി. പക്ഷെ ആക്ച്വലി ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ടങ് ട്വിസ്റ്ററിനെക്കാട്ടും കുറച്ചുകൂടെ ഈസിയാണ്. ഞാൻ പറയാം. A cup of proper coffee in a copper coffee cup. Okay, a cup of proper coffee in a copper coffee cup. So കുറച്ച് സ്പീഡിൽ പറയുകയാണെങ്കിൽ a cup of proper coffee in a copper coffee cup. Okay, so yeah, I think we are fine to wind up. So please let me know your doubts in the comments. ഇതുവരെ ആർക്കും ഡൗട്ട് ഒന്നുമില്ല. I hope you understood, and so that's it. Thank you and have a good day. Again, tomorrow is Sunday, so weekend on us. A happy weekend all. Thank you.